അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ നമ്മുടെ 5 വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുകയാണ്. ഇവർ ഗ്രൂപ്പിസം പൊളിക്കുമോ? എല്ലാം പറയാം. ജിസയിലും അനുമോളും തമ്മിൽ ജയിലിനകത്ത് പൊരിഞ്ഞടി നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം? എല്ലാം ചർച്ച ചെയ്യാം. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. അതിന് നമുക്ക് വൈൽഡ് കാർഡ് എൻട്രികളെ കേസ് പറയാം. ഇവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി ഒന്നും ഇപ്രാവശ്യം കൊടുക്കുന്നില്ല കേട്ടോ. മോർണിംഗ് ആക്ടിവിറ്റി ഒന്നുമില്ല. എല്ലാവരും ഇരുന്ന് ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ ഇവർ ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു 5ാമത്തെ ആഴ്ചയാണ്, 5 വൈൽഡ് കാർഡ് എൻട്രികൾ വരാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തരും പോയി ഓരോരുത്തരെയും വെൽക്കം ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൗസ് മൊത്തം കാണിച്ചു കൊടുക്കണം. അതിനുശേഷം സ്റ്റോർ റൂമിൽ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടാകും, അതും കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഇവരെല്ലാവരും വൈൽഡ് കാർഡ് എൻട്രിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രിനെ വെൽക്കം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാനവാസാണ് പോകുന്നത്. ഷാനവാസ് പോയിട്ട് വാതിൽക്കൻ്റെ അവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പാട്ട് പ്ലേ ചെയ്യാണ്. എല്ലാവരും ചൊല്ലാണ്, ആ പാട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. ആ പാട്ട് പ്ലേ ചെയ്യുന്നതും മെയിൻ ഗേറ്റ് ഇങ്ങനെ ഓപ്പണായി വരുന്നു. ഓപ്പണായിട്ട് വരുന്നത്, ചാടി വരുന്നത് ആരാണ്? ഫസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നത് നമ്മുടെ ജിഷിൻ മോഹനാണ് വരുന്നത്. ജിഷിൻ മോഹൻ ഭയങ്കരമായിട്ട് എനർജിയായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. ഡാൻസൊക്കെ കളിച്ച് വന്നിട്ട് നമ്മുടെ ജിഷിൻ മോഹൻ പറയാണ്, വാ ബഡി, ഞാൻ വന്നിരിക്കുന്നു മോനെ, നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഫൈനലി, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. ഹൗസൊക്കെ മൊത്തം കാണിച്ചു കൊടുക്കുന്നു. സ്റ്റോർ റൂമിൽ പോയിട്ട് ഗിഫ്റ്റൊക്കെ എടുത്തു കൊടുത്തിട്ട് എല്ലാവരും പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനീഷ് പറയാണ്, ആരാണ്? അപ്പോൾ ജിഷിൻ, അയ്യോ അനീഷ് വേണ്ട, അനീഷ് ഇവിടെ അനുവിനോട് പോയി പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ്, എനിക്കറിയില്ല ആരാണ്, എനിക്കൊന്നും കൂടെ ഗെയിം അതായത് കളി തുടങ്ങാനാണ്, ആരാണ്? അപ്പോൾ ജിഷിൻ പറയാണ്, ലാലേട്ടനെ വരെ നീ ആരാ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ആ കളി ഇവിടെ വേണ്ട, ആ കളി പഴയതാണെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ജിഷിൻ അവിടെ പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 2ാമത്തെ വൈൽഡ് കാർഡ് എൻട്രി വരാൻ സമയമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2ാമത്തെ വൈൽഡ് കാർഡ് എൻട്രിനെ വെൽക്കം ചെയ്യാൻ പോകുന്നത് നമ്മൾ റെനയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത മത്സരാർത്ഥിയെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മത്സരാർത്ഥി വരാൻ പോകുമ്പോൾ പാട്ട് പ്ലേ ചെയ്യുന്നു. പഞ്ചാരടി പഞ്ചാരടി, ആ പാട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആ പാട്ട് പ്ലേ ചെയ്തതും നമ്മുടെ മെയിൻ ഗേറ്റ് ഇങ്ങനെ ഓപ്പണായി വരുന്നു. ആ ഓപ്പണായിട്ട് വന്നിട്ട് വരുന്നത് ആരാണ്? 2ാമത്തായിട്ട് വരുന്നത് നമ്മുടെ മസ്താനിയാണ് വരുന്നത്. മസ്താനി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വരുന്നു. അങ്ങനെ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, അകത്തേക്ക് പോകുന്നു, ഹൗസൊക്കെ കാണിക്കുന്നു, ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം നെവിൻ മസ്താനിയെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നു, കുട്ടി ഇവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു, ഇനി വരുന്ന ആളെ നിങ്ങൾക്കറിയില്ല, ആ മത്സരാർത്ഥിക്ക് ആരെയും നിങ്ങൾ ആരെയും അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ചാടി എഴുന്നേറ്റ് അനീഷാണ് പോകുന്നത്. അപ്പോൾ അനീഷ് പോയിട്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് പാട്ട് പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഗല്ലാട്ട ഗല്ലാട്ട ഗല്ല 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 ഗല്ലാട്ട ഗല്ലാട്ട പറഞ്ഞ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷേ അനീഷിന് ഒട്ടും കൊലക്കില്ല, പാട്ട് കേട്ടിട്ടും ഇളകുന്നില്ല അനീഷ്. അപ്പോൾ അനീഷ് ഇങ്ങനെ നമ്മുടെ കൈ കൂപ്പിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പ്രവീണും അതുപോലെ തന്നെ കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാർഡൻ ഏരിയ മുതൽ ഹൗസ് വരെ എല്ലാം കാണിക്കുന്നുണ്ട് നമ്മുടെ അനീഷ് കൊണ്ടു നടന്നിട്ട്. അപ്പോൾ അതിന് ശേഷം ജിഷിന് പേടി, എവിടെ ഇരിക്കണം, അവിടെ ഇരുന്ന ഒരു ഗ്രൂപ്പ്, ഇവിടെ ഇരുന്ന മറ്റൊരു ഗ്രൂപ്പ്, ഞാൻ എവിടെ ഇരിക്കണമെന്ന ടെൻഷനിലാണ് ജിഷിൻ ഇരിക്കുന്നത്. അതിനുശേഷം അടുത്ത വൈൽഡ് കാർഡ് എൻട്രി വരാൻ സമയമാകുന്നു. അപ്പോൾ ആര്യൻ പോകുന്നു, പ്ലേ ചെയ്യുന്നു, അവിടെ പോയി നിൽക്കുന്നു. ആര്യം ഓവറായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പാട്ട് പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞ ആ പാട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. ആ പാട്ട് പ്ലേ ചെയ്തതും നമ്മുടെ മെയിൻ ഗേറ്റ് തുറക്കുന്നു. മെയിൻ ഗേറ്റ് തുറന്നിട്ട് ആ സോങ്ങിനോടൊപ്പം കയറി വരുന്നു നമ്മുടെ സാബുമാനാണ് കയറി വരുന്നത്. അങ്ങനെ വരുന്നു, ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു, ഹൗസൊക്കെ ചുറ്റി കാണിച്ചു കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, പിടിച്ചിരുത്തുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അടുത്ത ആൾക്ക് ആരെയും അറിയില്ല, നിങ്ങൾ ആരാണെന്നും അറിയില്ല എന്ന് പറയുന്നു.
അപ്പോൾ അതിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നെവിനാണ് ആദ്യം ചാടി എഴുതുന്നത്. ഞാൻ പോകാൻ പറഞ്ഞിട്ട് ആദ്യം ചാടി എഴുന്നേറ്റ് നെവിൻ ഓടിപ്പോകുന്നു. അപ്പം നെവിൻ ഓടിപ്പോയിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സോങ് ഇടുന്നു. നമ്മുടെ വേദലക്ഷ്മിയാണ് വരുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് വേദലക്ഷ്മി ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യുന്നു. നെവിൻ അവിടെ ഭയങ്കര ഡാൻസ്, പാട്ടിനൊപ്പം ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വരുന്നു. നമ്മുടെ വേദലക്ഷ്മിയെ പോയി വെൽക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ നെവിൻ. അങ്ങനെ ഹൗസൊക്കെ കൊണ്ട് ചുറ്റി നടന്ന് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി മൊത്തം ഇംഗ്ലീഷാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി മൊത്തം ഇംഗ്ലീഷാണ്. അതിനുശേഷം അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് വയൽക്കാടിന് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. വയൽക്കാടായിട്ട് വന്നവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു. ഇവിടെ കുതന്ത്ര മെനയുന്ന ആളെ 3 പേരെ തിരഞ്ഞെടുക്കാൻ പറയുന്നത്. അതായത് കുതന്ത്രമായി കളിക്കുന്ന ആളെ തിരഞ്ഞെടുക്കാൻ പറയുകയാണ്. 3 പേരുടെ പേര് പറയാൻ പറയുന്നു. ഒന്നാമത്തേതായിട്ട് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ടാസ്ക് ഒന്നാമത്തെന്ന് പറയുന്നത് ഗ്യാങ് ഉണ്ടാക്കി കുതന്ത്രം മെനയുന്ന ആൾ ഒന്നാമത്തേത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് കാണാതെ നിൽക്കുന്ന ആൾ. മൂന്നാമത്തെ ബോറിംഗ് ആയ ആൾ. ഒരു പ്രാവശ്യം പറഞ്ഞ ആളെ പിന്നെ പറയാൻ പാടില്ല എന്നും പറയുന്നുണ്ട് ബിഗ് ബോസ്. അങ്ങനെ ആദ്യം പോകുന്നത് ചാടി ചെയ്തെടുത്ത് പോകുന്നത് നമ്മുടെ ലക്ഷ്മിയാണ് പോകുന്നത്. വേദലക്ഷ്മിയാണ് പോകുന്നത്. വേദലക്ഷ്മി ഞാനിപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ട് എന്തോ കയ്യിലെടുക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേദലക്ഷ്മി പോയിട്ട് പറയുന്നു നമ്മുടെ ഗ്യാങ്ങുള്ള ആളായിട്ട്, അതായത് ഗ്യാങ് ഉണ്ടാക്കി കുതന്ത്രം മെനയുന്ന ആളായിട്ട് നമ്മുടെ അക്ബറിനെയാണ് പറയുന്നത്. അതിനുശേഷം ബിന്നീനെ പറയുന്നു. കണ്ടിട്ടും കാണാതെ ഇരിക്കുന്ന ആളായിട്ട് ബിന്നീനെ പറയുന്നു. അപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ശൈത്യനാണ് പറയുന്നത്. അടുത്ത മസ്താനിയാണ് പോകുന്നത്. മസ്താനി പോയിട്ട് ഗ്യാങ്ങിലുള്ള ആളായിട്ട് നമ്മുടെ അപ്പാനിയെ പറയുന്നു. ആര്യനെ ഇത് കണ്ടിട്ടും കാണാതെ നിൽക്കുന്ന ആളായിട്ട് ആര്യനെ പറയുന്നു. അതിനുശേഷം രേണുവിനെ ബോറിംഗ് ആയിട്ടുള്ള ആളായിട്ട് പറയുന്നു. അതിനുശേഷം നമ്മുടെ പ്രവീണാണ് പോകുന്നത്. പ്രവീൺ പോയിട്ട് നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളായിട്ട് നമ്മുടെ ഷാനവാസിനെ പറയുന്നു. നമ്മുടെ ഇത് കണ്ടിട്ടും കാണാൻ നിൽക്കുന്ന ആളായിട്ട് നമ്മുടെ ഒനീലിനെ പറയുന്നു. അനീഷിനെ ബോറിംഗ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അനീഷ് നന്ദി എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ജിഷിൻ അയ്യോ ഇനിയിപ്പം ഞാനാകപ്പെട്ടല്ലോ, ഞാനിപ്പോൾ ആരെ പറയും എന്നുള്ള ടെൻഷനിലാണ് ജിഷിൻ എന്നിട്ട് അങ്ങനെ തീരുമാനിച്ചിട്ട് നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളായിട്ട് നമ്മുടെ അബിനെ പറയുന്നു. കാരണം പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇത് കണ്ടിട്ട് കാണാതിരിക്കുന്ന ആളായിട്ട് നമ്മുടെ ജിസേലിനെ പറയുന്നു. ബോറിംഗ് ആയിട്ട് കളിക്കുന്നത് ഇവിടെ റനയാണെന്ന് പറയുന്നു. റനയെ കുറിച്ച് പറയുന്നു ചീവീട് പോലെയാണ്. ഈ പെണ്ണിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അതായത് TV മ്യൂട്ട് ചെയ്ത് വയ്ക്കും, അത്രയൊരു അലർച്ചയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ആദ്യം നൂറേയും കൈയടിക്കും. പറഞ്ഞിട്ട് കൈയടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് വരുന്നത് സാബുമാനാണ് വരുന്നത്. സാബുമാൻ വന്നിട്ട് നമ്മുടെ ആദ്യം പറയുന്നത് ഗ്യാങ്ങിലുള്ള ആളായിട്ട് നമ്മളെ നൂറെ പറയുന്നു. ഇത് കണ്ടിട്ടും കാണാതെ ഇരിക്കുന്ന ആളായിട്ട് നമ്മുടെ അനുവിനെ പറയുന്നു. ബോറിംഗ് ആയിട്ട് കളിക്കുന്നത് ഇവിടെ ആദിലയാണെന്ന് പറയുന്നു. ഇത്രയാണ് പറയുന്നത്. ഇതിലൊന്നും പെടാത്തത് നമ്മുടെ നെവിൻ മാത്രമാണ്. ആരും ഒന്നും പറയുന്നില്ല നെവിനെ കുറിച്ച്. അപ്പോൾ നെവിന് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ബിഗ് ബോസ് കൊടുക്കുന്നു. വൈൽഡ് കാർഡ്സിന് മത്സരാർത്ഥികൾക്ക് നന്ദി, സ്വാഗതം. അവർ പുതിയതായി നേരിടുന്ന വെല്ലുവിളികൾ അതുപോലെ തന്നെ അവർ വ്യാമോഹമൊന്നും വേണ്ട എന്നും പറയുക, അവരെ സ്വാഗതം ചെയ്യുക. അങ്ങനെ നെവിൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ജിഷിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് അനീഷാണ് എന്ന് പറയുന്നു. അനീഷ് താങ്ക് യു എന്ന് പറയുന്നു. അതിനുശേഷം മസ്താനിക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ആളെന്ന് പറയാൻ പോകുന്ന അനുവിനെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജിഷിൻ പറയാണ് മിക്കവാറും മസ്താനി ഇവനായിരിക്കും പണി തരാൻ പോകുന്നതെന്ന് പറയുന്നു. അടുത്ത് പ്രവീണിന് വെല്ലുവിളിയായിട്ട് നിൽക്കാൻ പോകുന്നത് ഷാനവാസാണെന്ന് പറയുന്നു. അതായത് ഗ്രൂപ്പിസം ഇതിനാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് സാബുവാന് വെല്ലുവിളിയായിട്ട് നിൽക്കാൻ പോകുന്ന മിക്കവാറും ആര്യനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത് ലക്ഷ്മിയുടെ കാര്യം വരുമ്പോൾ, അതായത് വേദലക്ഷ്മിയുടെ കാര്യം വരുമ്പോൾ നെവിൻ തപ്പിക്കളിക്കുകയാണ് ചെയ്യുന്നത്. തപ്പുന്ന അവിടെ ഇവിടെയൊക്കെ തപ്പി കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീക്കിൽ എന്നിട്ട് പറയുകയാണ്, അതിന് ശേഷം നെവിൻ പറയുകയാണ് അടുത്ത വീക്കിൽ മിക്കവാറും ക്യാപ്റ്റൻസി എടുത്തിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടെ ഞാൻ ചെയ്യും എന്ന്. അപ്പോൾ ലക്ഷ്മി പറയാണ് ഞാൻ ചെയ്യും, അതായത് ഇതാ ഒരു മുടി കിടക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ടില്ലേ എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി അതിനെ കുറിച്ച് എല്ലാവരും പറയാണ് ആരംഭം ശൂരംഭം എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. പുത്തനച്ചി പുരപ്പുറം നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മീനെ.
അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് പേര് പറ. ഇത് കുറേ നേരം തപ്പിക്കളിക്കുന്നുണ്ട് ഇതിൻ്റെ കേസിൽ. ഇതിൻ്റെ ഇടയിൽ കുറേ അടി നടക്കുന്നുണ്ട് നവീൻ പറയുമ്പോൾ. അനീഷ് പോയി റിയാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നൂറയും നമ്മുടെ റനയും തമ്മിൽ അടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട് അവിടെ. അതിനുശേഷം ലക്ഷ്മി പറയുന്നു പേര് പറയൂ എന്ന് പറയുന്നു. പേര് പറ നെവിനെ, എന്താ അത്ര ബുദ്ധിമുട്ട്, പറ എന്ന് പറയുന്നു. അപ്പോൾ നെവിൻ ആലോചിച്ചിട്ട് നൂറെ പറയുന്നു. ആദ്യം അനുവിനെയാണ് പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ അനുവിനെ പേടിയാണോ, അതാണ് ഇത്ര ലേറ്റായത് പറയാൻ, ഈ ഒരു പേര് പറയാൻ ഇത്ര ലേറ്റായത്, എന്താണ് അനുവിനെ പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി ഇവിടെ ഇപ്പം തന്നെ ഗെയിം കളിച്ചു തുടങ്ങി കേട്ടോ. ജിഷിൻ മോഹൻ കുറച്ചൊക്കെ കളിച്ചു തുടങ്ങി. പക്ഷേ ജിഷിൻ മോഹന് കുറച്ച് വെപ്രാളുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജിഷിൻ മോഹൻ ഗുഡ് കണ്ടസ്റ്റൻസ് ആണ്. ഓക്കെ, ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല. ബാക്കിയുള്ളവർ കളിച്ച് തുടങ്ങുമായിരിക്കും, നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം നൂറയാണ് പറയുന്നത്. അങ്ങനെ പിന്നെ പറയുന്നുണ്ട് ജൂനിയർ സീനിയർ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് നെവിൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ടാസ്ക്. തുടക്കത്തിൽ തന്നെ ലക്ഷ്മി കളിച്ച് തുടങ്ങുന്നുണ്ട്. നമ്മുടെ വേദലക്ഷ്മി കളിച്ച് തുടങ്ങുന്നുണ്ട്. ജിഷിൻ ചെറുതായിട്ട് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം, അതായത് നമ്മുടെ ബാക്കിയുള്ളവരാണ് പ്രവീൺ, സാബുമാൻ, ഇവരൊന്നും അങ്ങനെ, അതായത് അവർ കളിച്ച് തുടങ്ങിയിട്ടില്ല. അവർ കളിച്ച് തുടങ്ങുമായിരിക്കും, നമുക്ക് നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം അവരുടെ കാര്യത്തിൽ. എന്തായാലും അവർ വന്ന് കയറിയല്ലേ ഉള്ളൂ. അവരുടെ കാര്യത്തിൽ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. കാരണം ഒരു ദിവസം, അതായത് ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഈ നാളെ ഇനി ദിവസങ്ങൾ കിടക്കുകയാണ് അവരെ മനസ്സിലാക്കാൻ. 2-3 ദിവസം എടുക്കുമായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും തുടക്കത്തിലാണ് നമ്മുടെ ലക്ഷ്മിയും ജിഷിൻ മോഹനും നല്ല ഗുഡ് ലക്കായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ജിഷിൻ ചിലപ്പോൾ പോയിട്ട് ആരെങ്കിലും ഗ്യാങ്ങിൽ ചേരുമെന്നാണ് തോന്നുന്നത്. ലക്ഷ്മി പിന്നെ ഗ്യാങ്ങിലൊന്നും ചേരാൻ സാധ്യതയില്ല. പുള്ളിക്കാരുടെ സ്റ്റാൻഡിലൊന്ന് കളിക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു പ്രൊമോ വന്നിരുന്നു. നമ്മുടെ അനുമോളും ജിസയിലും തമ്മിൽ ജയിലിൽ പോയി കിടക്കുന്ന ഒരു പ്രൊമോയായിരുന്നു പുറത്തിറങ്ങിയത്. നമ്മുടെ ലാലേട്ടൻ പണിഷ്മെൻറ്റ് കൊടുത്തിരുന്നു. അവരടുത്ത് 2 മണിക്കൂർ പോയി ജയിലിൽ കിടക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ അവർ പോയിട്ട് ജയിൽ തുറന്നു കൊടുക്കുന്നു. ക്യാപ്റ്റൻ പോയി ജയിൽ തുറന്നു കൊടുക്കുന്നു. അവർ നേരെ പോയിട്ട് ജയിലിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജയിലിനകത്ത് കിടന്നിട്ടാണ് തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജിസയിൽ പറയുന്നു നീ ലവ് ട്രാക്ക്, അനുവിനോട് പറയുന്നത് നീ ആരിനായിട്ട് ലവ് ട്രാക്ക് പിടിക്കല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനു പറയുന്നു അതിന് ഞാനും ആരിനും കൂടി നീ എവിടെയെങ്കിലും പോയിരിക്കുന്നു നീ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംസാരങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആരും വന്നിട്ട് പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതാണ് ആ പ്രൊമോനകത്ത് കാണുന്ന സംഭവം എന്ന് പറയുന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നിരിക്കുന്നത്. ഈ 4 മണി വരെയുള്ള അപ്ഡേറ്റിൽ നടന്നിരിക്കുന്നത്. അടുത്ത പ്രൊമോ വരട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അടുത്ത ലൈവ് അപ്ഡേറ്റ് ആദ്യമായി ലഭിക്കാനായി ഈ ചാനൽ സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.